നമസ്കാരം. പതിരും കതിരും. ഞാനറിയും പരമാർത്ഥമൊന്നേ ചൊറിയുമ്പോൾ പരമാനന്ദം, ഇത് സത്യം സനാതനം. പരസ്പരം ചൊറിഞ്ഞു സുഖിക്കുന്നവർക്കായി കവി അയ്യപ്പ പണിക്കർ കുറിച്ച വരികളാണിത്. തങ്കപ്പൻ പൊന്നപ്പനെ ചൊറിയുമ്പോഴുള്ള സുഖത്തിൽ നിന്നുമാണ് പരമാനന്ദമെന്ന വികാരം ഉടലെടുക്കുന്നത്. രക്തബന്ധത്താലും ജനുസിന്റെ ഗുണം കൊണ്ടും മാത്രമല്ല രണ്ടുപേർ കൂടപ്പിറപ്പുകളാകുന്നത്. ജന്മാന്തര പുണ്യം പോലെ ഒത്തുകൂടുന്ന ചില മനുഷ്യജന്മങ്ങൾ ഈ ലോകത്തെ തന്നെ മാറ്റിമറിച്ചെന്നിരിക്കും. അത്തരത്തിൽ ഊഷ്മളമായ സൗഹൃദത്താൽ പരസ്പരം ബന്ധിതരാവുകയും ലോകനന്മയ്ക്കായി കൈകോർത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രണ്ടുപേരുണ്ട്. PK ശശിയും മന്ത്രി ഗണേഷ് കുമാറും. ഇവർ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അത് അപാരമാണ്. കാമനൻ ഇവനെ സ്ത്രീകൾ കാലനെന്നോർത്തു വൈരികളെന്ന മട്ടിൽ അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നതിനാൽ രണ്ടുപേർക്കും പേരുദോഷത്തിന് ഒട്ടും പഞ്ഞമില്ല. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ജീൻ നല്ലതാണെന്നും അദ്ദേഹം അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നയാളാണെന്നുമാണ് PK ശശി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. എന്നാൽ ഇക്കാര്യം ഗണേശിന്റെ സ്വന്തം കൂടപ്പിറപ്പുകളെ കൊണ്ട് ഒന്ന് പറയിപ്പിക്കാമോ എന്ന് ശത്രുക്കൾ ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം മുട്ടിപ്പോകും. ആനയുള്ള തറവാട്ടിൽ പിറക്കുന്നതാണോ സാർ ജനുസിന്റെ അളവുകോൽ? അതോ അഴിമതിക്കൊരു മുൻമന്ത്രി കേരള ചരിത്രത്തിൽ ആദ്യമായി ജയിൽവാസം അനുഭവിച്ചതിന്റെ പശ്ചാത്തലമാണോ? ഈ PK ശശിയെ പോലെയുള്ള ഒരാളെ കൂടപ്പിറപ്പായി കിട്ടിയ ഗണേഷ് കുമാർ തികച്ചും ഭാഗ്യവാനാണ്. രക്തബന്ധമുള്ളവർ പോലും തള്ളിക്കളയുന്ന കാലത്താണ് PK ശശി എന്ന ജ്യേഷ്ഠനെ ഗണേശന് കിട്ടിയിട്ടുള്ളത്. ശുംഭനിശുംഭന്മാരെ പോലെ ശോഭിക്കുന്ന ഇവർ രണ്ടുപേരും നാട്ടിൽ നല്ലതേ ചെയ്തിട്ടുള്ളൂ എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഈ പാവങ്ങൾ ചിലപ്പോൾ അധ്വാനഭാരം ഒന്ന് ലഘൂകരിക്കാനായി വെറുതെ കാറ്റുകൊള്ളാൻ പുറത്തിറങ്ങാറുണ്ട്. അപ്പോൾ തുടങ്ങും ലോകത്തിന് വല്ലാത്തൊരു കണ്ണുകടി. അതോടെ ഇരുവർക്കുമെതിരെ പിണ്ണാക്ക് കേസുകളുമായി ചിലർ വരികയാണത്രേ. പെണ്ണുകേസിൻ്റെ അപരനാമമാണ് പിണ്ണാക്ക് കേസ്. പിണ്ണാക്ക് കിട്ടാത്തതിന് ചക്കിലിട്ടിടിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ പിണ്ണാക്ക് കിട്ടാൻ ഭാഗ്യമില്ലാത്തവരാണ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്. PK ശശി ചെയർമാനായ മണ്ണാർക്കാട്ടെ യൂണിവേഴ്സൽ കോളേജിൻ്റെ വിജയോത്സവ ചടങ്ങിലാണ് ഇരുവരും തമ്മിൽ ഇങ്ങനെ പരസ്പരം പുകഴ്ത്തിയത്. ജന്മഗുണം കൊണ്ടല്ലെങ്കിലും ജനുസിൻ്റെ ഗുണം കൊണ്ട് ഒന്നാകുന്ന ചില മനുഷ്യരുണ്ട്. നമ്മളതിനെ നാൾപ്പൊരുത്തം എന്നൊക്കെ പറയാറുണ്ട്. 10ൽ 10 പൊരുത്തവും ഉള്ളവരാണ് ഇവർ രണ്ടുപേരും. ശശിയണ്ണൻ തികഞ്ഞ സത്യസന്ധനും സ്നേഹസ്വരൂപനുമാണെന്നാണ് ഗണേശൻ പറയുന്നത്. ഈ പാവം സത്യസന്ധനെയാണ് കണ്ണിൽ ചോരയില്ലാത്ത CPM തരം താഴ്ത്തിയതെന്ന് ഓർക്കണം. സത്യസന്ധന്മാരുടെ കാൽച്ചുവട്ടിൽ നോട്ടുകെട്ടുകൾ വന്ന് കുമിയുന്ന സത്യസന്ധമായ ഒരു കാലമാണിത്. ഒരു തട്ടുകേട് വന്നപ്പോൾ ശശിയെ സകലരും കൈവിട്ട കാലത്താണ് ഗണേശ് ഒരു താങ്ങായി അവതരിച്ചിട്ടുള്ളത്. നാടിൻ്റെ നന്മയ്ക്കായി അഹോരാത്രം പ്രവർത്തിക്കുന്നവരെ ഇല്ലാതാക്കിയാൽ നഷ്ടം സംഭവിക്കുന്നത് നാടിനാണെന്നും അസത്യത്തിന് കൂട്ടുനിൽക്കുന്നവർ ചാമ്പലായി പോകുമെന്നും ഗണേഷ് കുമാർ ശപിക്കുന്നു. നിരാമയനും നിഷ്കളങ്കനും നിർമ്മമനും സത്യസന്ധനുമായതുകൊണ്ട് മാത്രമാണ് ഒരു പിടി ചാമ്പലായി പോകാതെ ഗണേഷ് കുമാർ ഇപ്പോഴും ഈ ലോകത്ത് ജീവിക്കുന്നത്. ചിക്കൻ സ്വാമിക്ക് ഗായത്രി മന്ത്രം ഉരുവിട്ട് കൊടുത്ത ഗണേഷ് കുമാർ PK ശശിക്ക് എന്ത് മന്ത്രമാകുമോ പഠിപ്പിച്ചു കൊടുക്കുക? ഈ നാട്ടിൽ ആരെയും പുകഴ്ത്താൻ കിട്ടാഞ്ഞിട്ട് അങ്ങ് മണ്ണാർക്കാടിന് പോയിരിക്കുകയാണ് ഗണേഷ് കുമാർ. ഗണേശൻ എത്രയും വേഗം PK ശശിയെ സിനിമയിലെടുക്കണം. സിനിമയിലെ പവർ ഗ്രൂപ്പിൽ ഉൾപ്പെടാൻ സർവ്വതാ യോഗ്യനാണ് ഈ ശശി അണ്ണൻ. നാടിന് ഗുണം ചെയ്യുന്നവരെ പിണ്ണാക്ക് കേസിൽപ്പെടുത്തി മോശക്കാരാക്കുന്നു എന്ന് പറഞ്ഞ ഗണേഷ് കുമാർ, നിങ്ങൾ മലർന്നു കിടന്ന് വെറുതെ അങ്ങ് തുപ്പരുത്. പഴയ കഥകളൊന്നും വീണ്ടും വീണ്ടും ഇങ്ങനെ പറയിക്കാൻ ഇടവരുത്തരുത്. ഓർമ്മകളില്ലാത്തത് കൊണ്ടല്ല മനുഷ്യ ആരും ഒന്നും വിളിച്ചു പറയാത്തത്. ഉമ്മൻചാണ്ടി എന്നൊരു മനുഷ്യൻ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു. തറവാടുത്തവും ജനുസിൻ്റെ ഗുണവുമുള്ള ഗണേശൻ ആ മനുഷ്യനോട് ചെയ്തു കൂട്ടിയതൊക്കെ നിങ്ങളങ്ങ് മറന്നാലും ലോകം മറക്കില്ല. കൂടപ്പിറപ്പിനെ പോലെയല്ല മകനെ പോലെയാണ് ഉമ്മൻചാണ്ടി നിങ്ങളെ കൊണ്ടു നടന്നത്. ഇപ്പോൾ ഞാനല്ല, അവൻ്റെ പൊളിറ്റിക്കൽ ഫാദർ ഉമ്മൻചാണ്ടിയാണെന്നാ ഗണേശൻ പറയുന്നതെന്ന് ബാലകൃഷ്ണപിള്ള പ്രസംഗിച്ചത് നാട് കേട്ടതാണ്. എന്നിട്ടും ആ മനുഷ്യനെ ഒടുവിൽ പിതാവും പുത്രനും കൂടി പെടുത്തിക്കൂട്ടിയതൊക്കെ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അരി കളഞ്ഞ് ഉമിക്ക് തല്ലുകൂടുന്ന പണിയാണ് ഗണേശൻ എല്ലാ കാലത്തും രാഷ്ട്രീയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഗണേഷ് കുമാർ കൂടപ്പിറപ്പായി കൂടെ കൂട്ടിയതോടെ PK ശശിയുടെ ഔന്നത്യം കൂടിയതായി മനസ്സിലാക്കി പാർട്ടി ചിലപ്പോൾ അടുത്ത സമ്മേളനത്തിന് മുമ്പ് PK ശശിയെ
വർദ്ധിതമായ വീര്യത്തോടെ പാർട്ടിയിൽ തിരിച്ചെടുത്തെന്നിരിക്കും. ഒരു നിമിഷം മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ താൻ പറയുന്നതെല്ലാം ലോകമങ്ങ് തലയാട്ടി സ്വീകരിക്കുന്നതായി ചില നേതാക്കന്മാർക്ക് തോന്നും. ഉച്ചരിച്ചുപേക്ഷിക്കുന്ന വാക്കുകൾ കടന്നൽ കൂട്ടത്തെ പോലെ നിങ്ങളെ തന്നെ തിരിച്ചു കൊത്തുന്നത് അറിയാതെ പോവുകയാണ്. അതിൻ്റെ കാരണം ഈ മാംസം പൊതിഞ്ഞിരിക്കുന്ന ലെതറിൻ്റെ കട്ടി ഒന്നുകൊണ്ട് മാത്രമാണ്.